നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിലെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ കടന്നു വരുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ കാഴ്ചവെക്കും. ഇവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ അറുതി വരാൻ പോകുന്നു. ഇനി ഇവർ ജീവിതത്തിൽ വിജയ കുതിപ്പ് തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. പരീക്ഷണ കാലഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ അധ്വാനവും കഴിവും ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വിജയം നേടാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിത വിജയം കണ്ടെത്തുന്ന ഒരു സമയം കൂടിയാണ്. ധാരാളം നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നതുകൊണ്ട് ഇവർക്ക് പണം ഒരുപാട് ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ദൈവികമായ പരിവേഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. വലിയ ഭാഗ്യം ഇവരെ തേടി വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനകൾ അവരുടെ ജീവിതത്തിൽ എങ്ങും കാണാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്കും ഒഴിവ് നൽകിക്കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുങ്ങുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവിച്ച ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സങ്കടക്കടലായി ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറാൻ പോകുന്നു. വളരെയേറെ ഭാഗ്യ കുതിപ്പ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നേട്ടങ്ങൾ ഒരു പിടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. വലിയ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നു. വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതോടുകൂടി ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവരുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതാണ്. ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിമറിക്കും. രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവർക്ക് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. വീട് നിർമ്മാണം എന്ന ഒരു സ്വപ്നം അവരുടെ ജീവിതത്തിൽ സാർത്ഥകമാകുന്ന ഒരു യോഗം ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ഒരു യോഗം കൂടി ഇവർക്ക് ലഭിക്കുന്നു. വിദേശത്ത് സഞ്ചരിക്കുന്നതിനും വിദേശത്തേക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ള സമയമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. കഷ്ടപ്പാടുകളൊക്കെ മാറുന്നു. ബിസിനസ്സിൽ വലിയ ലാഭം വർദ്ധിച്ചു കിട്ടുന്ന ചില ആളുകളുണ്ട്. മകരം നക്ഷത്രക്കാർക്ക് ചില ആളുകൾക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ചകൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ലാഭം വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശ രാജ്യ സന്ദർശനം ഇവർക്ക് സാധിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുന്ന സമയമാണ്. വിദേശ രാജ്യത്ത് പോയി അവിടെ നല്ല നിലയിൽ ജീവിക്കുന്നതിനും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്ന സമയം കൂടിയാണ്. ഇവർ കുടുംബ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ ക്ഷേത്ര ദേവതകളുടെ അനുകൂലമായ സാഹചര്യങ്ങൾ അനുഗ്രഹം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന അവസരങ്ങളാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറുന്നതിന് കുടുംബക്ഷേത്രത്തിലെ വഴിപാടുകൾക്കൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം വന്നു ചേരും. ഇവർ ചെയ്യേണ്ടത് ഗണപതി ഹോമവും ഭഗവതി സേവവും വഴിപാടായി സമർപ്പിക്കുക. ഗണപതി ഹോമത്തിൻ്റെയും ഭഗവതി സേവയുടെയും ഗുണഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിലും ഉയർച്ചയിൽ എത്താനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്.
അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിലെ എല്ലാവിധ ദുരിത കയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ എത്തിയിരിക്കുന്നു. ഭാഗ്യത്തിന്റെ കൊടുമുടി കയറാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങളും സൗഭാഗ്യ സമ്പന്നത ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നു. എല്ലാവിധ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്ക് മാറുന്നു. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ശത്രുദോഷമൊക്കെ മാറും, വിദ്യാ തടസ്സങ്ങളൊക്കെ മാറും. അതോടൊപ്പം തന്നെ ഇവർക്ക് നല്ല നിലയിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനും നല്ല നിലയിൽ ജോലി ലഭിക്കുന്നതിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട അവസ്ഥകളാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ ദുഃഖവും ദുരിതമൊക്കെ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അത്രയേറെ ഭാഗ്യം ഒന്നിച്ചേരുകയും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളാണ്. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം, വിദേശത്തൊക്കെ പോകുന്ന ആളുകൾക്ക് അതിനുള്ള ഏറ്റവും അനുകൂലമായ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. വിദേശവാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ എല്ലാ വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരും. ദൈവാധീനമുണ്ട്, ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അനുഭവങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് നേട്ടവും സൗഭാഗ്യ വർധനവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്ന മികച്ച നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ പ്രതിഫലിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന സമയം. ജീവിതത്തിലെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരീക്ഷണ കാലഘട്ടമൊക്കെ മാറുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാര, പിൻവിളക്ക്, വളനിവേദ്യം, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും സർവൈശ്വര്യവും നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ്. പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാവിധ സമ്പൽ സമൃദ്ധികളും സന്തോഷങ്ങളും ഒന്നിച്ചേരുന്ന ഇവരെ തേടിയെത്താൻ പോകുന്ന സാഹചര്യങ്ങളാണ്. അത്രയധികം ഭാഗ്യവും സൗഭാഗ്യവുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈശ്വരാനുഗ്രഹമുണ്ട്, ഭാഗ്യമുണ്ട്, എല്ലാവിധത്തിലും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപിടി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. അത്രയധികം കഷ്ടപ്പാടുകളൊക്കെ മാറി നിൽക്കുന്ന, ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന, തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഇഷ്ടത്തൊഴിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് മഹാവിജയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന, ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇഷ്ടകാര്യ ലബ്ധി തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. കാര്യസിദ്ധി, ഇവർ ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സർവൈശ്വര്യ തിങ്ങി വിളങ്ങുന്ന ഒരു സമയമാണ്. ഐശ്വര്യദായകമായ ഫലങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വിജയം വന്നു ചേരും. പണലഭ്യത ഉറപ്പുവരുത്താൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മഹാവിജയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിനും ഐശ്വര്യ ഫലസിദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന, ഐശ്വര്യലബ്ധി വന്നു ചേരുന്ന, ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന, ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം. ജീവിത വിജയം നേടുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റവും സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവും ഈശ്വരാധീനവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്.
സാമ്പത്തിക വിജയമൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാവിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.